കളരി ഒഴിച്ചിലിൻ്റെ പ്രത്യേകതകളിൽ നമുക്ക് എടുത്തു പറയേണ്ട ഒന്നാണ് ആധാരചക്രങ്ങളെ അത് ഉണർത്തുന്നു എന്നുള്ളത്. നമുക്കറിയാം ആധാരചക്രങ്ങളെല്ലാം തന്നെ സൂക്ഷ്മ ശരീരത്തിലാണുള്ളത്. അതുപോലെ തന്നെ നാഡികളും സൂക്ഷ്മ ശരീരത്തിൽ തന്നെയുള്ളത്. നമ്മൾ ഈ കാണുന്നത് സ്ഥൂല ശരീരവും നമുക്ക് അദൃശ്യമായിട്ടുള്ള ഒരു സൂക്ഷ്മ ശരീരം കൂടിയുണ്ട്. യോഗാശാസ്ത്രം പറയുന്നതനുസരിച്ച് കാരണശരീരം കൂടിയുണ്ട്. ഈ സ്ഥൂല ശരീരത്തിൽ മൂക്ക് ഇരിക്കുന്നെങ്കിൽ അതിലെ പ്രാണസഞ്ചാരം നടക്കുന്നത് സൂക്ഷ്മ ശരീരത്തിലാണ്. സൂക്ഷ്മ ശരീരത്തെ പവർഫുള്ളാക്കാൻ സഹായിക്കുന്ന ഒരു ഘടകം ഷഡാധാരങ്ങൾ അല്ലെങ്കിൽ പ്രധാനമായിട്ടുള്ള 6 ആധാരചക്രങ്ങളാണ്. ആ ചക്രകൾ എല്ലാം തന്നെ എനർജി പോയിൻറ്റ്സാണ്. അവിടെ പ്രത്യേകമായിട്ട് നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് എനർജി ഇങ്ങനെ നന്നായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. ആ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നതോടുകൂടി ശരീരത്തിലെ ഒട്ടുമിക്ക പ്രശ്നങ്ങളും നമുക്ക് പരിഹരിക്കാൻ കഴിയും എന്നുള്ളതാണ്. ആ ചക്രകൾ പവർഫുൾ ആവുന്നതോടുകൂടി നാഡികൾ ഓപ്പൺ ചെയ്യാൻ തുടങ്ങും. അതിലൂടെ പ്രാണൻ സഞ്ചാരം, രക്തയോട്ടം ഒക്കെ നടക്കും. ഇതാണ് അതിൻ്റെ രഹസ്യം. ആ ചക്രകൾ, ആ സ്ഥാനങ്ങൾ ഞാനൊന്ന് കാണിച്ചു തരാം. ഇവിടെ നമ്മുടെ ജനേന്ദ്രത്തിൻ്റെ തൊട്ട് മുകളിലായിട്ട് മൂലാധാരം എന്ന് പറയുന്ന ഒരു പ്രധാനമായിട്ടുള്ളൊരു ആധാരചക്രം. അവിടുന്ന് ഒരു 3.5 ഇഞ്ച് മേലെ സ്വാധിഷ്ഠാനം, പൊക്കിളിനോട് ചേർന്ന് മണിപൂരക, നെഞ്ചിൽ അനാഹത ചക്ര, തൊണ്ടയിൽ വിശുദ്ധി ചക്ര, ഇരുപുരിക മധ്യത്തിൽ ആജ്ഞാചക്ര, ഇതിന് മുകളിൽ സഹസ്രാരം വരുന്നുണ്ട്. ഈ ചക്രകളെ എല്ലാം ഫുൾ പവറാക്കി വയ്ക്കുക. ആ ചക്രകൾക്ക് ക്ലാവ് പിടിക്കുമ്പോഴാണ് അവ എനർജിയൊക്കെ ചോർന്നു പോയി നമ്മുടെ ശരീരം വല്ലാതെ വീക്കായി നമ്മൾ പലവിധ അസുഖങ്ങൾക്ക് അടിമയാവുന്നു. ഓരോ ചക്രസ്ഥാനങ്ങളെയും ആക്ടിവേറ്റ് ചെയ്യാൻ ഒരുപാട് മെത്തേഡുകൾ. അത്തരത്തിൽ ചക്രകളെ ആക്ടിവേറ്റ് ചെയ്ത് പവർഫുള്ളാക്കി വെച്ചിരുന്നാൽ ആ ശരീരത്തിൽ പിന്നെ അസുഖങ്ങൾ കാര്യമായിട്ടുണ്ടാവില്ല. ആ ചക്രകൾ, ഞാൻ പറഞ്ഞ ചക്രകളെ ആക്ടിവേറ്റ് ചെയ്താൽ നാഡികളും കൂടെ ഉഷാറാവുന്നുള്ളതാണ്. ഇപ്പോൾ പയസ്സിനി നാഡി ആക്ടിവേറ്റ് ചെയ്താൽ ക്യാൻസർ പോലുള്ള മാരക അസുഖങ്ങളെ നമുക്ക് ഇല്ലാതെയാക്കാം. നാഡികളെ ഒപ്പം ചക്രസ്ഥാനങ്ങളെ കൂടി മനസ്സിലാക്കി കൃത്യമായിട്ട് പഠിച്ച് അവയെ ആക്ടിവേറ്റ് ചെയ്തുകൊണ്ട് വേണം ഒരു കളരി ഒഴിച്ചിൽ നടത്താനായിട്ട്. അങ്ങനെ കളരി ഒഴിച്ചിൽ നടത്തി കഴിഞ്ഞാൽ ആ ശരീരത്തിൽ പിന്നെ അസുഖങ്ങളൊന്നുമില്ലാതെ ദീർഘായുസ്സായിട്ടിരിക്കാനും നല്ല ആരോഗ്യമുള്ളൊരു ശരീരം നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും.